ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ മാവത്താർ നരസിംഹ ഫൈനലി സിനിമ കണ്ടു. വേണോ വേണ്ടേ കാണണോ വേണ്ടേ പറഞ്ഞിട്ടുണ്ടായിട്ട് ഫൈനലി പോയിട്ട് സിനിമ കണ്ടു. ഒരു കിടുക്കാച്ച് വിഷ്വൽസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ് മാവത്താർ നരസിംഹ. അശ്വിൻ കുമാറാണ് സിനിമ സംവിധാനം, പിന്നെ സ്ക്രീൻ പ്ലേ, എഡിറ്റിംഗ്. പുള്ളി ഒരു ഓൾറൗണ്ടർ തന്നെ. മൊത്തത്തിൽ സിനിമയിൽ റേറ്റിംഗ് കൂടി ചെയ്തിട്ടുണ്ടായിരിക്കാം. കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ഡയറക്ഷൻ, ആ വിഷ്വലൈസേഷൻ, തിങ്കിങ് ഒക്കെ നന്നായിട്ടുണ്ട്. ഒരു ഒരു മൈത്തോളജി സിനിമ വേണമെങ്കിൽ പറയാനൊന്നുമില്ല, ഒരു മൈത്തോളജി സിനിമ അത്രക്ക് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. വിഷ്വൽസിലായാലും ഞാൻ കണ്ടത് വെച്ചിട്ട് ഇന്ത്യൻ സിനിമയിൽ ഒരു കിടിലൻ ആനിമേഷൻ, ഒരു ലൈവ് ആക്ഷൻ വേണം പറയാം. ഈ സിനിമ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവരെ കുറിച്ച് കാര്യമില്ല, എനിക്ക് നന്നായിട്ട് ആനിമേഷനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ നല്ല ഒരു ആ ഫ്ലോയിൽ തന്നെ സിനിമയിൽ നമ്മൾ ഇരുത്തി അങ്ങനെ കൊണ്ടുപോകുന്നു. ത്രൂ ഔട്ട് അതിൽ ആക്ഷൻ സീക്വൻസ് ഒക്കെ എല്ലാം നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഒരു എഫേർട്ട് ഇട്ടിട്ട് ചെയ്ത ഒരു സിനിമയാണ് മാവത്താർ നരസിംഹ. ഞാൻ ഈ സിനിമ 3Dയിലാണ് കണ്ടത്. അതായത് കൂടുതൽ ഷോസ് 3D ഉള്ളത് കൊണ്ട് ഞാൻ 3Dയിലാണ് കണ്ടത്. പക്ഷെ എനിക്ക് 2D നന്നായിട്ട് ഇരിക്കട്ടിയും തോന്നിയുണ്ട്. 3Dയിൽ ഒന്നുമില്ല, ഒരു ആ വിഷ്വൽ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല ഇനി 3Dയിൽ. അതിനെക്കാട്ടി 2D നന്നായിട്ട് ഇരിക്കട്ടിയും തോന്നിയുണ്ട്. ഇനി അടുത്തതായിട്ട് ഇറക്കാൻ പോകുന്ന പരശുറാമായാലും ഏത് സിനിമയായാലും 2Dയിൽ തന്നെ ഇറക്കാൻ ശ്രമിക്കുക. അത് നന്നായിട്ട് എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. വിഷ്വലി ഈ സിനിമ നെക്സ്റ്റ് ലെവലാണ്. പക്ഷെ 3D പോരാ, 3D വേണ്ട പറഞ്ഞ് തോന്നുന്നുണ്ട്. 3D വേണ്ട, ഇനി അതിനായിട്ട് 2D സെറ്റ്, 2D തന്നെ ചെയ്യാം. 2D നന്നായിട്ട് എടുക്കും. പിന്നെ ഈ സിനിമയിൽ പറയാനുള്ളത് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് സാം CS ആണ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. സോങ്സ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും നന്നായിട്ടുണ്ട്. പിന്നെ ഈ സോങ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആ ഓം നമോ ഭഗവതി വാസുദേവായ ഒരു രക്ഷയില്ല, കിഡിലൻ സോങ് ആയിരുന്നു. ആ ടൈമിലുള്ള വിഷ്വലൈസേഷൻ മറ്റേ ആ സീനൊക്കെ ഒരു ഗംഭീര നന്നായിട്ടുണ്ടായി. ഒരു കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു പോയി, അത്രക്ക് നല്ല സീനാണ് ആ ടൈമിലുണ്ടായിരുന്നു. ആ സോങ് വരുന്ന തൊട്ട് മുമ്പുള്ള സീനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സാം CS ഹാൻഡ്സ് ഓഫ്, സൂപ്പർ മ്യൂസിക് ആയിരുന്നു, ഒരു രക്ഷയില്ല. സഞ്ജിത്ത് ഹെഗ്ഡെയുടെ വോക്കൽസ് ആയാലും എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ പിന്നെ പറയാനുള്ളത് ഈ സിനിമയുടെ ആനിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിഷ്വലൈസേഷൻ ചെയ്തിരിക്കുന്നത് ഒക്കെ നെക്സ്റ്റ് ലെവലാണ്. ഒരു ലൈവ് ആക്ഷൻ അവസാനത്തെ 20 മിനിറ്റ്സ് ഒക്കെ നെക്സ്റ്റ് ലെവൽ ആക്ഷൻസ്, ഒരു രക്ഷയില്ല. നമ്മുടെ ഈ ഡീമൺ സ്ലെയർ ആ ടൈപ്പിൽ അതിക്കൊന്നും വരില്ല, അതിന് ഓൾമോസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന പോലെ നന്നായിട്ടുണ്ട് ഈ ആനിമേഷൻസ് ഒക്കെ. അത് നെക്സ്റ്റ് ലെവലാണ് ഡീമൺ സ്ലെയർ, അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഞാൻ ഈ ഇന്ത്യൻ സിനിമയിൽ കണ്ടത് വെച്ചിട്ട് നല്ല ഒരു ആനിമേഷൻ സിനിമയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നരസിംഹ. പിന്നെ ഈ ആനിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടാണ് ഈ സിനിമയ്ക്ക് ഇത്ര ക്വാളിറ്റി ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ തന്നിട്ടുള്ളത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സൗണ്ട്സ് ആണ്. ആ പഞ്ച് ലെയറുകളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ട് എഫക്ട്സ് ഒക്കെ ഹാൻഡ്സ് ഓഫ്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് സൗണ്ട് എഫക്ട്സ്. സ്റ്റോറി ലൈനിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കന്നഡയിൽ കണ്ട സിനിമ തന്നെ ഭക്തപ്രഹ്ലാദ, ആ സിനിമയുടെ അതേ ഒരു ആനിമേറ്റഡ് സിനിമാറ്റിക് വേർഷനാണ്. പക്ഷെ ഇതിൽ നന്നായിട്ട് നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടുന്ന പോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ അത് നന്നായിട്ടുണ്ട്, ഈ ടൈമിൽ ഇതൊക്കെ നന്നായിട്ട് ഇമ്പാക്റ്റ് ഹൈലി സൂപ്പറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഈ സിനിമ. പിന്നെ ഈ സിനിമ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സാണ്. അതായത് അടുത്തതായിട്ട് വരാൻ പോകുന്നത് മാവത്താർ പരശുറാമാണ്. അത് എപ്പോഴാണ് റിലീസ് എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. 2027 ആയിരിക്കാം, അറിയില്ല കറക്റ്റായിട്ട്. പക്ഷേ അതുകൂടി നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് 2Dയിൽ ഇറക്കിയാൽ മതി. 3D വേണ്ടാന്ന് തോന്നുന്നു. 3Dയിൽ ഇറക്കണമെങ്കിൽ നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടുന്ന പോലെ ഇറക്കിയാൽ സൂപ്പറായിരിക്കും. പിന്നെ ഈ സിനിമ കാണാത്തവരൊന്നും പോയിട്ട് കണ്ടോളി. അതായത് മൈത്തോളജി സ്റ്റോറീസിലായാലും ആനിമേഷനിലായാലും ഇൻട്രസ്റ്റ് ഉള്ളവർ പോയിട്ട് ഈ സിനിമ കണ്ടോളി. ഒരു രക്ഷയില്ല, കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കിട്ടാം. ബൈ.